ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ദാദാഭായ് നവറോജി എന്ന ഈ ഒരു 5 രൂപ കോയിനുകളിൽ നിന്നാണ്. ഇതിന് ബോംബെ മിൻറ്റ് മാർക്കാണെങ്കിൽ 15 രൂപയിൽ തുടങ്ങി 150 രൂപ വരെയും, കൽക്കട്ട മിൻറ്റ് മാർക്കിന് കൽക്കട്ട മിൻറ്റ് മാർക്കല്ല, കൽക്കട്ട മിൻറ്റ് ചെയ്യപ്പെട്ട നാണയങ്ങൾക്ക് കൽക്കട്ടയ്ക്ക് മിൻറ്റ് മാർക്കില്ല, 15 രൂപയിൽ തുടങ്ങി 200 രൂപ വരെയും, ഹൈദരാബാദ് മിൻറ്റ് കോയിൻ 25 രൂപയിൽ തുടങ്ങി 800 രൂപ വരെയും ബില്ല് ലഭിക്കുന്ന കോയിനാണ്. അടുത്തത് ഈ ഒരു കോയിനാണ് കെ കാമരാജ്. ഈ ഒരു കോയിൻ ബോംബെ മിൻറ്റ് മാർക്ക് കോയിൻ 50 രൂപയിൽ തുടങ്ങി 750 രൂപ വരെ വില ലഭിക്കുന്ന കോയിനാണ്. റയറായിട്ടുള്ളൊരു കോയിനാണ്, കയ്യിൽ കിട്ടിയാൽ സൂക്ഷിച്ച് വെക്കേണ്ട കോയിനാണ്. ഹൈദരാബാദ് മിൻറ്റ് മാർക്കുള്ള കോയിനുകൾക്ക് 15 രൂപയിൽ തുടങ്ങി 200 രൂപ വരെ വില ലഭിക്കുന്ന കോയിനാണ്. അടുത്തതായി ലാൽ ബഹദൂർ ശാസ്ത്രി മുഖപടമായിട്ടുള്ള കോയിനാണ്. കൽക്കട്ടയിൽ മിൻറ്റ് ചെയ്യപ്പെട്ടുള്ള ഈ കോയിനുകൾക്ക് 15 രൂപയിൽ തുടങ്ങി 200 രൂപ വരെ വില ലഭിക്കുന്ന കോയിനാണ്. അടുത്തതായി ലാൽ ബഹദൂർ ശാസ്ത്രി, അതായത് രണ്ടും ഒരേ കോയിനാണ്, പക്ഷേ ഒരെണ്ണം കോപ്പർ നിക്കലിലും ഒരെണ്ണം ഫെററ്റിക് സ്റ്റെയിൻലെസ് സ്റ്റീലിലും അച്ചടിക്കപ്പെട്ടിട്ടുണ്ട്. അതാണ് 2 തവണ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ കോയിനുകൾക്ക് കൽക്കട്ട മിൻറ്റ് കോയിൻ 15 രൂപയിൽ തുടങ്ങി 100 രൂപ വരെയും, ഹൈദരാബാദ് മിൻറ്റ് കോയിൻ 25 രൂപയിൽ തുടങ്ങി 100 രൂപ വരെയാണ് ലഭിക്കുക. അപ്പോൾ ഇനി അടുത്ത ഒരു റയറായിട്ടുള്ളൊരു കോയിനിലേക്ക് വരാം. 75 ഇയേഴ്സ് ഓഫ് ദണ്ഡി മാർച്ച് 2005 അച്ചടിക്കപ്പെട്ട ഈ കോയിനുകൾക്ക്, അതായത് 9 ഗ്രാമുണ്ട് ഈ കോയിന്. മറ്റേത് ഫെററ്റിക് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇതോണ ഒരു നാണയം അച്ചടിക്കപ്പെട്ടിട്ടുണ്ട്, അതിന് 6 ഗ്രാമേ ഉള്ളൂ. അത് നമുക്ക് കണ്ടാലും മനസ്സിലാവും. ഇത് റെയറായിട്ടുള്ളൊരു കോയിനാണ്, ബോംബെയിൽ മാത്രമാണ് മിൻറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. 5200 രൂപ മുതൽ 15,000 രൂപ വരെ UNC കണ്ടീഷനിൽ ലഭിക്കാവുന്ന കോയിനുകളാണ്. മാർക്കറ്റ് വാല്യൂ അത്രയും ഈ കോയിൻ ഉണ്ടെന്നാണ് കാണിക്കുന്നത്. പിന്നെ ഈ ബുക്ക് അച്ചടിക്കപ്പെട്ട ആൾ എഴുതിയതാണിത്. UNC കണ്ടീഷനിൽ UNC സെറ്റ് 7200 രൂപയ്ക്ക് അദ്ദേഹം വിൽക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. 75 ഇയേഴ്സ് ഓഫ് ദണ്ഡി മാർച്ച്, ഇത് തന്നെയാണ് ആ പറഞ്ഞ കോയിൻ്റെ ബാക്കിയാണിത്. അതായത് ഈ ഒരു കോയിൻ ഒരു കോമൺ ആയിട്ടുള്ള കോയിനാണ്. ഇത് റയർ കോയിനാണ്. ഇത് തമ്മിൽ കാണുമ്പോൾ തന്നെ നമുക്ക് വ്യത്യാസം മനസ്സിലാകുന്നതാണ്. റയർ കോയിനും അല്ലാതുള്ള കോയിനും കണ്ടാൽ തന്നെ മനസ്സിലായില്ലെങ്കിൽ വെയിറ്റ് തൂക്കുന്ന മെഷീനിൽ കൊണ്ടുവയ്ക്കുക. ഇത് 6 ഗ്രാമാണ്, മറ്റേത് റയറായിട്ടുള്ള കോയിൻ 9 ഗ്രാം വരെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ വില വിവരങ്ങളിലേക്ക് വരാം. ബോംബെ മിൻറ്റ് കോയിൻ 10 രൂപയിൽ തുടങ്ങി 50 രൂപ വരെ വില ലഭിക്കുന്ന കോയിനാണ്. അടുത്തതായി ജഗദ്ഗുരു ശ്രീ നായക് ഗുരുദേവ്. ഇതിന് 2 തവണ അച്ചടിക്കപ്പെട്ടിട്ടുണ്ട്. കോപ്പർ നിക്കലിലും അല്ലാതെ സ്റ്റെയിൻലെസ് സ്റ്റീലിലും അച്ചടിക്കപ്പെട്ടിട്ടുണ്ട്. മ്യൂൾ കോയിൻ ബുക്ക് മേടിച്ചിട്ട് ചെയ്യാത്തത് ഇതുകൊണ്ടാണ്. എല്ലാ നാണയങ്ങളുടെയും വില വിവരം ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ മ്യൂൾ കോയിൻ്റെ ബുക്ക് മേടിക്കേണ്ട ആവശ്യം, നമുക്കത് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഈ ഒരു നാണയത്തിൻ്റെ വില വിവരങ്ങളിലേക്ക് വരാം. 9 ഗ്രാമുള്ള ഈ നാണയങ്ങൾക്ക് 75 രൂപയിൽ തുടങ്ങി 400 രൂപ വരെയും, 6 ഗ്രാമുള്ള നാണയങ്ങൾക്ക് 15 രൂപയിൽ തുടങ്ങി 75 രൂപ വരെയാണ് വില ലഭിക്കുക. ഇത് രണ്ടും ശ്രീനാരായണ ഗുരുദേവൻ്റെ കോയിനുകളാണ്. മഹാത്മാ ബസവേശ്വർ, ഈ ഒരു നാണയമാണ്. ഈ ഒരു മുഖപടമുള്ള നാണയങ്ങൾക്ക് 10 രൂപയിൽ തുടങ്ങി 60 രൂപ വരെയാണ് വില ലഭിക്കുക. എക്സ്ട്രാ ഫൈൻ കണ്ടീഷനിലാണ് 10 രൂപ, UNC കണ്ടീഷനിൽ 60 രൂപയും. അടുത്തത് ഈ ഒരു കോയിനാണ്. അതും കോപ്പർ നിക്കലിലും സ്റ്റെയിൻലെസ് സ്റ്റീലിലും അച്ചടിക്കപ്പെട്ടിട്ടുണ്ട്. കോപ്പർ നിക്കൽ കോയിൻ 9 ഗ്രാമാണ്, മറ്റേ കോയിൻ 6 ഗ്രാമാണ്. ഇത് നോക്കിയാൽ മാത്രം മതി, വെയിറ്റ് നോക്കിയാൽ മാത്രം മതി. ഇങ്ങനെ നോക്കിയിട്ട് മനസ്സിലായില്ലെങ്കിൽ, അതായത് നാണയങ്ങൾ പഴകും തോറും നിറം ശകലം മാറിക്കൊണ്ടിരിക്കും, എന്നാൽ വെയിറ്റ് കറക്റ്റ് ആയിരിക്കും. ഏകദേശം 1-2 മില്ലിഗ്രാമേ കുറയത്തുള്ളൂ. അപ്പോൾ ഈ ഒരു നാണയത്തിൻ്റെ വിവരങ്ങളിലേക്ക് വരാം. മഹാത്മാ ബസവേശ്വർ അതേ നാണയമാണ്, സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് അച്ചടിക്കപ്പെട്ടിട്ടുള്ളത്. 10 രൂപ മുതൽ 40 രൂപ വരെ വില ലഭിക്കുന്ന കോയിനുകളാണ്. നാണയത്തിൻ്റെ കണ്ടീഷൻ അനുസരിച്ചായിരിക്കും വില വരിക.
എക്സ്ട്രാ ഫൈൻ കണ്ടീഷനിൽ താഴ്ന്ന നാണയമാണെങ്കിൽ വിലയും താഴ്ന്നു പോകും. വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.